അപ്പൊ സാഹചര്യങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. സൗഹൃദങ്ങളുടെ പേരിൽ വരാം, പിന്നെ അതല്ല കുടുംബ പാരമ്പര്യത്തിന്റെ പേരിൽ വരാം. അങ്ങനെ പല പല രീതിയിലും നമുക്ക് പല സാഹചര്യങ്ങൾ വരാം. ജാതിയുടെ പേരിൽ വരാം, മതത്തിന്റെ പേരിൽ വരാം, ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ, ആ കൂട്ടായ്മയുടെ, ഇതിൻ്റെയൊക്കെ പേരിൽ സാഹചര്യങ്ങൾ ഒരു വ്യക്തിക്ക് സൃഷ്ടിക്കപ്പെടും. എന്തൊക്കെ സൃഷ്ടിച്ചാലും അവനാവണമെങ്കിൽ, ഇപ്പൊ ഞാനൊരു കള്ളനാവണമെങ്കിൽ, അതല്ലെങ്കിൽ ഞാനൊരു ക്രിമിനൽ ആവണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ അനുകൂലമായി വരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ക്രിമിനൽ ആവേണ്ടത് തന്നെയാണ്. സാഹചര്യങ്ങൾ ഏകദേശം അനുകൂലമായി. പക്ഷെ ആ സമയത്തും എന്താ പറയുക, ഒരു ദൈവനിയോഗം പോലെ പല പല സംഭവങ്ങൾ, പ്രതിസന്ധികൾ, ഇതൊക്കെ ഇതാണ്. എങ്കിലും ശരിക്കും പറഞ്ഞു എൻ്റെ പേരിൽ ക്രിമിനൽ കേസ് ഉണ്ട് കേട്ടോ. പക്ക നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ ആണ്, മീൻസ് എഴുതി വെച്ച ക്രിമിനലാണ്. പക്ഷെ അത് തെളിയിക്കേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? കോടതിയുടെയും അതുപോലെ കേസ് കൊടുത്തവരുടെ ഒക്കെ ഉത്തരവാദിത്തം. ഫ്രീയാണ്, പക്കാ ഫ്രീയാണ്. പക്കാ ശരിക്കും പറഞ്ഞാൽ ഞാനും അമ്മ പെങ്ങള് ഇവര് ക്രിമിനൽസ് ആണ്. 2020 അത് ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയുടെ ഒരു ചെറിയൊരു മൊഴിയുടെ പേരില്ല. അപ്പൊ ഈ ഒരു സാഹചര്യത്തിന് അനുകൂലമാക്കിക്കൊണ്ട് ചിലരെന്ത് ചെയ്യും? പക്ക ക്രിമിനലാവും. ചിലരെന്ത് ചെയ്യും? ആ ക്രിമിനൽ ആയതിന്റെ പേരിൽ നിന്നും അതിന്ന് ഊരിപ്പോരാനുള്ള, അത് റിയാലിറ്റി അല്ല എന്ന് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ ഞാൻ 41A ഒപ്പിടാൻ പോയപ്പോൾ തന്നെ അവിടുത്തെ SI പറഞ്ഞാണ് നിങ്ങൾക്ക് ഇത് ഒത്തുപോയിക്കൂടെ, അങ്ങനെയാണെങ്കിൽ അവർ കേസ് പിൻവലിക്കും, അപ്പം നീ ക്രിമിനൽ. അപ്പൊ കണ്ട ഒരൊറ്റ സെക്കൻഡേ ഉള്ളൂ. നമ്മളെ ക്രിമിനൽ ആക്കുന്നത് ഒരു വ്യക്തിയാണ്, സാഹചര്യമാണ്, വ്യക്തിയുടെ പേരിലാണ്. അപ്പൊ നമ്മൾ നന്നായി, എന്നെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഞാൻ നന്നായി നോക്കിയ ഒരു വ്യക്തി, ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ, ഡിവോഴ്സിന്റെ കാര്യങ്ങളും ഇതൊക്കെ വന്നപ്പോൾ എന്നെ എൻ്റെ വീട്ടുകാർ നേരെ ക്രിമിനലാക്കി. വെറും പേപ്പർ. അപ്പൊ ഇത്രയും കാലമായിട്ടും അത് തൊട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തതിനൊരു കയ്യും കണക്കൂല. അവിടെ നിന്ന് തൊട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്രചോദനം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു സാഹചര്യം. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ക്രിമിനൽ ആവാം, എന്തൊക്കെ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ, എന്തൊക്കെ രീതിയിൽ പ്രതികരിക്കാം. പക്ഷെ ആ രീതിയിലല്ല ഞാൻ പ്രതികരിച്ച്. എനിക്ക് സാഹചര്യം വന്നു, ഓക്കെ 41A ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ അന്ന് മുതൽ ഞാൻ ആരാണ്? 498A എന്ന് പറഞ്ഞ ആ ഒരു കേസിൽ ഒരു പ്രതിയാണ്. പക്ഷെ ഞാൻ ശരിക്കും പ്രതിയല്ല. എനിക്ക് പക്കാ ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് മുതൽ നന്നായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഈ വീഡിയോകൾ പലതും ചെയ്യുന്നത്. ഒരു പോലീസോ കാണുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല, ഒരു കോടതിയോ കാണുന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എനിക്ക് ബോധ്യമുണ്ട്, നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റെ വിയോഗത്തിന് ശേഷം സത്യം മനസ്സിലാക്കാൻ വേണ്ടി